റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫോം മൊത്തത്തിൽ അവർ ഇങ്ങോട്ടേക്ക് അയക്കും. അപ്പോൾ ആ ഫോമിൽ റിപ്പീറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയും ആയിക്കൂടാതില്ല. ഓക്കെ. പിന്നെ ഹാക്കിൻ്റെ വികൃതികളാണ് റോൾ ചെയ്തപ്പോൾ കിട്ടിയ ലൈവാണ്. ഓക്കെ, താങ്ക് യു. നല്ല പേരാന്നുണ്ടല്ലോ. ഇസ്ഹാക്കിൻ്റെ വികൃതികൾ, നല്ല പേര്. ഞാനും ഒരു ചാനലാണ് ഇസ്ഹാക്കിൻ്റെ വികൃതി. ഗുഡ്, താങ്ക് യു. നല്ലതാണ്, നടക്കട്ടെ. പാർട്ട്ണർഷിപ്പ് ആഡ്സ് എന്താണ് ബ്രോ, അതിനെക്കുറിച്ചിട്ട് അറിയേണ്ടത്? പാർട്ട്ണർഷിപ്പ് ആഡ്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് ഇത് തന്നെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടാണ്. ഏതെങ്കിലും ഷോപ്പുകാർ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ തയ്യാറാക്കി കൊടുക്കില്ല. അതാണ് ഈ പാർട്ട്ണർഷിപ്പ് ആഡ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോണിറ്റൈസ് ചെയ്യാൻ എന്താണ് വേണ്ടത്? മോണിറ്റൈസ് എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന ടൂളാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ. ഈ ടൂളാണ് ഇപ്പോൾ നിലവിൽ ആഡ്സ് ഓൺ റീൽസ്, ഇൻസ്ട്രീം ആഡ്സ്, അതുപോലെ തന്നെ പെർഫോമൻസ് ബോണസ്, ഈ മൂന്നെണ്ണമാണ് മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് ഏണിങ്സ് തരുന്ന ടൂള്. ഈ 3 ടൂളും ഒരുമിച്ചിട്ട് ഇപ്പം ഒറ്റ ടൂളായിട്ടുള്ളത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്നുള്ള ഒരു ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളാണ് നമുക്ക് നിലവിൽ കിട്ടാൻ തരുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്രൈറ്റീരിയ നിലവിൽ ഇതുവരെ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നല്ല രീതിയിൽ ഡെയിലി റീൽസ്, ഒരു റീലെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പറ്റില്ലെങ്കിൽ 2 ദിവസമെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നല്ല നല്ല ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലോങ് വീഡിയോസ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ ഇങ്ങനെയെല്ലാം പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ കണ്ടൻറ്റൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ടൂൾസ് കൊടുക്കുന്നുണ്ട്. ഈ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്നുള്ള ഓപ്ഷൻസ് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുമില്ല. ഒരുപാട് 50K ഫോളോവേഴ്സ്, 100K ഫോളോവേഴ്സിൽ ഉള്ളവരൊക്കെ ഇപ്പോഴും കിട്ടാണ്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ എൻ്റെ പാൻ കാർഡിലും ബാങ്ക് അക്കൗണ്ടിലും നെയിം സ്പെല്ലിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? അക്കൗണ്ടിലും അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, രണ്ടിലും സെയിം പേര് ഉള്ള നിങ്ങളുടെ ആരെങ്കിലും റിലേഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതല്ലാതെ വേറൊരു ഓപ്ഷൻസ് ഇല്ല അവിടെ. മനസ്സിലായോ? അത് രണ്ടും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ട് കാര്യമില്ല, നമുക്കത് ശരിയായി വരാൻ ബുദ്ധിമുട്ടാണ്. പാൻ കാർഡ് ഏകദേശം നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കുന്ന പേരും പാൻ കാർഡിലുള്ള ഇപ്പം നിലവിൽ ഇപ്പോൾ പുതിയ അക്കൗണ്ടൊക്കെ കൊടുക്കുമ്പോൾ പാൻ കാർഡ് എന്നല്ല ആദ്യം ചോദിക്കാറ്. അപ്പോൾ അത് മിസ്റ്റേക്ക് ആവല് അപൂർവമാണ്. എന്നിരുന്നാലും ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്കത് ഒരിക്കലും അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായി വരില്ല. ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലും റിലേഷൻസിൽ അങ്ങനെയുള്ള രണ്ടിലും സെയിം ആയിട്ടുള്ള പേരുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, അതോ വഴിയുള്ളൂ. അത് കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം മുതലേ ഫില്ല് ചെയ്തതിലേക്ക് മാറ്റം വരുത്തേണ്ടതായിട്ടും വരും. പിന്നെ പന്തളം അമ്മച്ചി, ഹായ് അമ്മച്ചി, ഇതുണ്ട് സാജി, പറയൂ അമ്മച്ചി, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? മഹീസ് വേൾഡ് ഒന്ന് പറഞ്ഞു തരുമോ? എന്താന്ന് ചോദിച്ചത്? മുകളിൽ പോയിട്ടുണ്ടാവും. മഹീസ് വേൾഡ് എന്താന്ന് ചോദിച്ചത്? അതല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്, അതിൻ്റെ റിപ്ലൈ തന്നല്ലേ? ഓക്കെ. പിന്നെ അടുത്ത് വരട്ട് ദേവഗ്രാം, ഹായ് ദേവ. മറ്റുള്ളവരുടെ ഫോട്ടോ ആൻഡ് പോസ്റ്റർ ഇട്ടാലും കിട്ടും കോപ്പിറൈറ്റ്? മറ്റുള്ളവരുടെ ഫോട്ടോ ആൻഡ് പോസ്റ്റർ മറ്റുള്ളവരുടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇതുവരെ കിട്ടിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. റീൽസ് വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ അഥവാ ഫോട്ടോ ഇടുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ടൈറ്റിൽ, ഇതിലും ക്യാപ്ഷൻ, ഇതിലും ഒരു വെറൈറ്റി ആക്കിയിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഫോട്ടോക്ക് ഇതുവരെ കോപ്പിറൈറ്റ് കിട്ടിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പിന്നെ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് മ്യൂസിക് ആഡ് ചെയ്യേണ്ടത്? അത് ഫേസ്ബുക്ക് റീൽസ് ആണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ലോങ് വീഡിയോ ആണോ ഉദ്ദേശിച്ചത്? റീൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് തന്നെ ഉണ്ട്. സൈഡിൽ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോമിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നില്ല. ക്രോമിൽ കൂടി നമുക്ക് ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് മ്യൂസിക്കിൻ്റെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും.
പിന്നെ ഡിജിറ്റൽ സൈനിൽ ഫാദർ നെയിം കൊടുക്കണോ? അങ്ങനൊന്നുമില്ല. ആരുടെ അക്കൗണ്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒരു മിനിറ്റ് കേട്ടോ. അല്ല, ഡിജിറ്റൽ സൈനിൽ ഫാദർ നെയിം കൊടുക്കണം. ഫാദർ നെയിം നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡറിൽ ആരുടെ നെയിമാണ് കൊടുക്കേണ്ടത് അവരുടേതാണ് ഡിജിറ്റൽ സൈനിൽ പാൻ കാർഡിലുള്ള പേര് കൊടുക്കേണ്ടത് കേട്ടോ. അല്ലാണ്ട് ഫാദർ നെയിമല്ല കൊടുക്കേണ്ടത്. പിന്നെ യൂട്യൂബിലിട്ട വീഡിയോ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ സെയിം മ്യൂസിക് ആകുമ്പോൾ പണി വരാറുണ്ട്. അങ്ങനെ ഇടാൻ പാടില്ല. ഇല്ല, ഒരിക്കലും ഇടാൻ പാടില്ല അങ്ങനെ. യൂട്യൂബ് വേറെ, ഫേസ്ബുക്ക് വേറെ, രണ്ടും വേറെ വേറെ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, യൂട്യൂബിൽ പിന്നെ ഇട്ട വീഡിയോ നിങ്ങൾ ആദ്യം അത് മ്യൂസിക് ഒഴിവാക്കിയതിന് ശേഷം ഫേസ്ബുക്കിലിടാം. ഓക്കെ, അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, നോക്കേണ്ടത്. പിന്നെ അങ്ങ് കൊടുത്തു ശരിക്കും മഹിമായം എന്ന് മാത്രമേ ഉള്ളൂ. ഈ മഹിമ ഈ അക്കൗണ്ട് ഹോൾഡർ നെയിമും അതേ സെയിം തന്നെയാണോ അതും കൂടി നോക്കണം. ഈ മഹിമ എം എന്നുള്ള പേര് നിങ്ങൾക്ക് പാൻ കാർഡിൽ എങ്ങനെയാണുള്ളത്, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ തന്നെ അവിടെ ഫില്ല് ചെയ്യണം. സഹറ സർല റോക്സ്, ഹലോ സഹറ. പിന്നെ ഫേസ്ബുക്ക് 10K ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് സ്റ്റാർസ് മാത്രമേ എനേബിൾ ആയിട്ടുള്ളൂ. വരും, ശ്രമിക്കുക, അത്ര കണ്ടിന്യൂ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ റീൽസ് അതുപോലെ തന്നെ വീഡിയോസ് പിന്നെ ലൈവ് പോവുക എന്നുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും ഓരോന്നോരോന്നായിട്ട്. ഇപ്പോൾ നിലവിൽ ടൂൾസൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത്, ഇൻസ്ട്രീം ആഡ്സ് ഓൺ റീൽസ്, പെർഫോമൻസ് പോണൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത്. പിന്നെ കണ്ടൻറ് മോണിറ്റൈസേഷൻ ടൂളാണ് ഇനി വരേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. പിന്നെ റീൽസ് ഇടുക, അതുപോലെ തന്നെ വീഡിയോസ് ഇടുക, ലൈവ് ഇടയ്ക്കിടയ്ക്ക് പോവുക, ഫോട്ടോസ് ഇടുക, വരും. ശരി, ഡിജിറ്റൽ സൈൻ ചെയ്യേണ്ടടുത്ത് ഫസ്റ്റ് കൊടുത്ത നെയിം ഇനീഷ്യൽ കൊടുക്കരുത്. ആര്യാസ് നായർ ഒറിജിനൽ നെയിം, ബട്ട് ടാക്സ് കൊടുക്കുമ്പോൾ ആര്യ നായർ എന്നാൽ കൊടുക്കുമ്പോൾ ലാസ്റ്റിൽ ഡിജിറ്റൽ സൈൻ വരുമ്പോൾ ഒരുമിച്ച് ചെയ്യണം. ആര്യ നായർ നായർ ഒറിജിനൽ നെയിം, ബട്ട് ടാക്സ് കൊടുക്കുമ്പോൾ ആര്യ നായർ ലാസ്റ്റ് ഡിജിറ്റൽ സൈൻ വരുമ്പോൾ ഇത് ഇവിടെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ട് ഹോൾഡർ നെയിം, ബാങ്കിൽ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് ഹോൾഡർ നെയിമും അതുപോലെ തന്നെ പാൻ കാർഡിലുള്ള സെയിം നെയിമും സെയിം ആണോയെന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഫില്ല് ചെയ്തിരിക്കുന്ന പേരല്ല, ബാങ്കിൽ കൊടുത്തിരിക്കുന്ന പേരാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഹായ് ബ്രോ, റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ, പക്ഷെ അത് പല ആൾക്കാർക്കും അത് ചെയ്തിട്ടും അത് ശരിയായി വരുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. അപ്പോൾ ഞാൻ പല ആൾക്കാർക്ക് അത് ചെയ്തിട്ട് ശരിയായിട്ടും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അതറിയില്ല. അപ്പോൾ അതുമായിട്ട് പുതിയ ഒന്നാമത് ഈ സെറ്റിങ്സ് എല്ലാം മൊത്തം മാറിയിട്ടുള്ളത് ഫേസ്ബുക്കിൻ്റെ ഫുള്ള് മുമ്പ് ഉണ്ടായിരുന്ന ഓപ്ഷൻസ് ഒന്നുമല്ല. അതുമായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഒന്നും കൂടി പഠിച്ചിട്ട് നിങ്ങൾക്ക് അതുമായിട്ട് ഒരു വീഡിയോസ് ഒന്നും കൂടി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം. ഓക്കെ.
ഫേസ്ബുക്കിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അപ്പീൽ ചെയ്യാൻ നോക്കിയപ്പോൾ അതിലൊരു കോൾ ഉണ്ടായിരുന്നു. ആ കോഡ് ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ നിങ്ങളുടെ കൂടെ എക്സ്പീരിയ എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ അപ്പീൽ ചെയ്യാനെങ്കിൽ കോൾ ഉണ്ടായിരുന്നു. പിന്നെ ഫേസ്ബുക്കിൻ്റെ റിപ്പോർട്ട് എന്നാണ് നിങ്ങളുടെ കൂടെ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്താണ് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഇതിനെന്ത് പരിഹാരം കാണാം? ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ കുറേ തവണ യൂട്യൂബിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ബ്രോ അത് ഇപ്പോൾ ഒന്ന് എനിക്കൊരു ഇൻസ്റ്റയിലാക്കോ, ഞാൻ ഒന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കാം. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് ആക്കേ. ഓക്കെ, നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. അതിലാകുമ്പോഴേ നിങ്ങൾക്ക് വോയിസും കൂടി വിടാമല്ലോ. പിന്നെ കുറേ ക്വസ്റ്റ്യൻ ഇന്ന് സംഭവം അതിൻ്റെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ സംഭവം സ്ലോ ആയതുകൊണ്ടൊന്നും കുറേ നേരം കൊണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കാത്തിരിക്കുകയാണ്, പ്ലീസ് റിപ്ലൈ തരൂ. എന്താണ് കമൻറ്റ് ഇട്ടത്? തറാവിക്ക് പോയില്ലേ? ഇപ്പോൾ പോ ആയിട്ടില്ല, ഇപ്പോൾ ബാങ്ക് കൊടുത്തിരുത്തരല്ലേ. പിന്നെ താങ്ക് യു. എവിടെ നോമ്പ് തുറന്നു? 30 മിനിറ്റ് കഴിഞ്ഞു. അത് ശരി. ഇവിടെ 30 മിനിറ്റ് തന്നെ, 35 മിനിറ്റ് കഴിഞ്ഞു. സൂപ്പർ, താങ്ക് യു. ലൈക്ക് ടെക് മല്ലു. മറ്റുള്ള വീഡിയോ ഇടാം, ബട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം. അതുകൊണ്ടുള്ളത് എടുത്തോട്ടാക്കണം. വീഡിയോ ലെങ്ത് കുറക്കണം, വീഡിയോ ക്വാളിറ്റി കുറക്കണം. പിന്നെ വീഡിയോ സ്റ്റിക്സ് എഴുത്ത് വലിക്കുകൊണ്ട് സൗണ്ട് കുറച്ച് ചെയ്യണം. ശരിയാണ്, ഇവർ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. കുറച്ച് നമ്മൾ ഡയറക്റ്റ് അതേപോലെ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതിൽ നല്ല രീതിയിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ഫേസ് എക്സ്പ്രഷൻസ്, അതായത് നമ്മളെ ഈ ചില വീഡിയോസൊക്കെ കാണാനല്ലേ, നമ്മളെ ഈ സവാൻ കോട്ടക്കൽ നിന്നുള്ള അവൻ്റെ വീഡിയോയിൽ കാണില്ല, പകുതി മറ്റുള്ളവരുടെ വീഡിയോ ഉണ്ടാവും, പകുതി അവൻ്റെതായിരിക്കും. ഇനി നിങ്ങൾ പകുതി തന്നെ വെക്കണമെന്നില്ല, സൈഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളൊരു എക്സ്പ്രഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി അഥവാ അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൻ്റെ ആ ഒരു ഫ്രെയിമിൻ്റെ പകുതി നിങ്ങളെ പിന്നെ ആ വീഡിയോ ഓപ്ഷൻസ് ഇടാം, പകുതി വേറെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾ എടുത്തിട്ട് ആ വീഡിയോയുടെ ഭാഗം കൂടി ഇടാം. അപ്പോൾ എന്നിട്ട് അതിൽ എഡിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടൈപ്പിംഗ് എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ഒരിക്കലും അതിനൊന്നും കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയില്ല. പിന്നെ അനിൽ പൂക്കോൾ, ഞാൻ FBയിലേക്ക് ബാങ്ക് ഡീറ്റെയിൽസ് അത് റെഡിയാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് ലാസ്റ്റ് വെരിഫൈഡ് ആവുമല്ലോ. വെരിഫൈഡ് ആയില്ലെങ്കിൽ റെഡി ആയിട്ടുണ്ടാവില്ല, അത്ര തന്നെ. ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റക്കാവും. ഇനി ആയിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുണ്ടാവുന്നതായിരിക്കും അതിൻ്റെ ഒരു ധാരണ.